ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ അന്വേഷണം 2019-നും 2025-നും ഇടയിൽ നടത്തിയ വിദേശയാത്രകളിലാണ് അന്വേഷണം നടക്കുന്നത്. ഇക്കാര്യത്തിൽ നിർണായക ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തട്ടിപ്പായിരുന്നില്ല. ഇപ്പോൾ വിദേശ യാത്രകൾ ഏതൊക്കെ നടത്തിയിട്ടുണ്ട്, ഇയാൾ എവിടെയൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇയാൾ ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഊർജിതമായി ഉന്നതരിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രയിൽ അന്വേഷണം നടത്തുകയാണ് SIT. 2019-നും 2025-നും ഇടയിലുള്ള വിദേശയാത്രകളുടെ കണക്കുകൾ, അതോടൊപ്പം തന്നെ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി, ആരെയൊക്കെയാണ് പ്രധാനമായും കണ്ടിട്ടുള്ളത്, എന്തൊക്കെ നിക്ഷേപങ്ങൾ, സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ നിർണായകമായ ചോദ്യം ചെയ്യലും നിലവിൽ നടന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി വളരെ വ്യക്തമായി അന്വേഷണ സംഘം അന്വേഷിച്ചിരുന്നു എന്ന് തന്നെയാണ്. സാധാരണക്കാരനായ കിളിമാനൂരുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രമാണിയായി മാറുകയാണ്. അതും കാലഘട്ടം എന്ന് പറയുന്നത് 2019-2025 ആ കാലഘട്ടത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ സ്വത്തുവകകളൊക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിരുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. 2019-നും 2025-നും ഇടയിലുള്ള വർഷങ്ങളിൽ നടത്തിയ അന്വേഷണ യാത്ര ആരൊക്കെ കണ്ടു, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ അവിടെ നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് SIT സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. രാഗി.